അങ്ങനെ ഇതാ നോമ്പൊക്കെ എത്ര പെട്ടെന്നാണ് ഈ പോണത്. ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. 9ാമത്തെ നോമ്പാണ് ഇത്. ഇന്നലത്തെ വീഡിയോ ആണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നോമ്പറക്കാൻ വന്നിട്ടാണ് കേട്ടോ. പിന്നെ ഇക്കാനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു നോമ്പറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ചിക്കൻ കറിയിൽക്കും സമൂസയൊക്കെ ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. ഉമ്മ അതിൻ്റെ ഇടയിൽ പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മെഷീന് ഉള്ളി കട്ടാക്കണതാണ് കേട്ടോ. പക്ഷെ എനിക്കിതിൻ്റെ ഇത് അറിയണില്ല എങ്ങനെ ഇടേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് അമ്മ ഒന്ന് ശരിയാക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഉമ്മാക്കും വേവിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് നോക്കിയിട്ട് ഞാൻ കുറേ ശ്രമിച്ച്, പക്ഷേ ശരിയാവണില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ അനിയത്തിനെ വിളിച്ചിട്ട് അത് ചെയ്യിപ്പിച്ചപ്പോൾ ഓളത് നല്ലപോലെ കട്ടാക്കിങ്ങാണ്ട് ഓൾക്ക് വേവിച്ചു കേട്ടോ. ഓള് ശരിയാക്കി തന്നു. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങും കടലയും കൂടെ വേവാൻ വെച്ച് ഗ്യാസ് അടുപ്പിൽ. പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കനും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കഴുകി വെച്ച് അത് ഐസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ സമൂസക്കുള്ള മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ലോങ് വീഡിയോയിൽ ഒരുപാട് ലോങ് ആകുമ്പോൾ നമുക്ക് ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണം ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കണില്ല. അപ്പോൾ സമൂസക്കുള്ള ഉള്ളി വാട്ടിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടി പോയി കേട്ടോ. അങ്ങനെ ഇതാ ഉരുളക്കിഴങ്ങും കടലയും വേവിച്ചതുണ്ടായിരുന്നു. അപ്പം ഞാനത് ഈ ഒരു മസാലയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളിയും ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കിങ്ങാണ്ട് അവിടെ വെച്ച് കിട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് നേരത്തെ റെഡിയാക്കി വെച്ചാലല്ലേ ചൂട് ആറുള്ളൂ കരുതിയിട്ട് അതൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിൽ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ വാട്ടിയെടുത്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ അതാ പത്തിരി കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ടുങ്ങാണ്ട് അത് അവിടെ വേവാൻ വെച്ച്. പിന്നെ ഞാൻ വീട് മാറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടേക്ക് കുറച്ച് പാത്രങ്ങൾ അമ്മ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പുട്ടുകുറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നോക്കുമായിരുന്നു കേട്ടോ എടുത്തിട്ട്. അങ്ങനെ ചിക്കൻ കറി വെന്ത് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് തൂമിച്ചിങ്ങാണ്ട് എടുത്തു കേട്ടോ. അങ്ങനെ ഉന്നക്കായ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേര് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പഴുത്ത പഴം എടുക്കരുത്, അതേപോലെ അതിലേക്കുള്ള ഫില്ലിങ്സ് നെയ്യിലൊക്കെ ഒന്ന് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണെന്ന് കേട്ടോ. അപ്പോൾ പാകത്തിന് പഴുപ്പായിട്ടുള്ള പഴം കിട്ടി. പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും തേങ്ങയും പഞ്ചസാരയൊക്കെ കൂടെ ഇട്ടുങ്ങാണ്ട് ഞാൻ ആ ഫില്ലിങ്സൊക്കെ ഒന്ന് നല്ല റോസ്റ്റാക്കിങ്ങാണ്ട് എടുത്തു കേട്ടോ. അങ്ങനെ അതും അവിടെ റെഡിയാക്കി വെച്ച്. അപ്പോൾ ഈ പഴം നല്ല പാകത്തെ പഴുപ്പായതുകൊണ്ട് തന്നെ നല്ല അത് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നല്ല ആ ഒരു ഷേപ്പിൽ നല്ലപോലെ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് തരിക്കഞ്ഞിയും കൂടെ ഉണ്ടാക്കി വെച്ച് ഞാൻ ഉന്നക്കായൊക്കെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സമൂസ ഉണ്ടല്ലോ, അത് ആ ഒരു ഷീറ്റിലേക്ക് അതിങ്ങനെ നിറച്ചിട്ട് അത് ഷേപ്പാക്കിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ, ഒട്ടിച്ചിങ്ങാണ്ട് എടുക്കുകയാണ്. ഇതൊക്കെ ആ ഒരു 6 മണി ടൈമിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് നേരത്തൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ചൂടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റാക്കി തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തരിക്കഞ്ഞിയും കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി. പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കുന്നത് പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ തൊലി ചെത്തുക കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് പൈനാപ്പിളിൻ്റെ തൊലി കളയാന്നുള്ളത് കേട്ടോ. എന്തായാലും അതൊക്കെ തൊലി കളഞ്ഞിട്ട് ജ്യൂസ് അടിച്ചിട്ട് അതൊക്കെ അരിച്ച് അവിടെ അങ്ങനെ സെറ്റാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് തണുപ്പ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഈ ഉന്നക്കായും അതേപോലെ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു സെറ്റ് ആദ്യം ഫ്രൈ ചെയ്ത് രണ്ടാമത്തെ ഇട്ട് കൊടുത്ത് പിന്നെ ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ സമൂസയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഉന്നക്കായ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, എങ്ങനെ ആവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ സമൂസ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഏകദേശം ഒരു 6:20 ആയ സമയമായപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും പൊരിക്കടികളും ജ്യൂസും ഒക്കെ ഇവിടെ ടേബിളിൽ കൊടുന്ന് വെക്കുകയാണ് കേട്ടോ. മോനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കൊടുന്നേക്കാം, അപ്പോൾ ഓനെ ആക്കിയതാണ്. അങ്ങനെ ഇപ്പത്തിന് അതിൻ്റെ ഇടയിൽ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കടയൊക്കെ അടച്ചിട്ട് ഒരു 6:20 ആയപ്പോഴാണ് ഇക്ക എത്തിയത്. അങ്ങനെ ഇക്ക വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. അത് മക്കളെ അടുത്ത് കൊടുത്ത് പിന്നെ ബാക്കിയുള്ള ഐറ്റംസും ഒക്കെ നമ്മൾ അവിടെ കൊടുന്ന് വെച്ചു കേട്ടോ. കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്ന് പിന്നെ ഞാൻ കുറച്ച് നന്നാരിൻ്റെ വെള്ളം കൂടെ കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ദാഹമായിരിക്കുമല്ലോ, അപ്പോൾ ജ്യൂസ് മാത്രം അതിൽ കുറച്ച് നാരങ്ങ വെള്ളം നന്നാരിയും കൂടെ ഒഴിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് നന്നാരി ഒഴിച്ചിട്ട് കലക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായപ്പോൾ എല്ലാവരും ടേബിളിൽ വന്ന് ഇരുന്നു കേട്ടോ.
അപ്പോൾ ഒരുപാട് പേര് ചോദിക്കലുണ്ട് ഇക്കാനെ എന്താ കാണിക്കാത്തതെന്ന്. അപ്പോൾ ഇതാണ് ആൾ. അപ്പോൾ ഇക്കാനെ കാണിക്കാത്ത വേറെ ഒന്നുമല്ല, ആൾക്ക് തീരെ ഇഷ്ടമില്ല വീഡിയോയിൽ വന്ന് നിൽക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും തീരെ ഇഷ്ടമില്ല. അപ്പോൾ എന്നെ കാണിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് കാണിക്കാത്തത്. കുറേ പേര് ചോദിക്കലുണ്ട് ഇക്ക ഇല്ലേ, ഹസ്ബൻഡ് ഇല്ലേ, ഒറ്റക്കാണോ എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊന്നും വീഡിയോയിൽ കാണിക്കണ്ടെന്ന് ഒരു പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. അവർക്കൊന്നും ഇഷ്ടമില്ല ക്യാമറേൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഫുഡ് ബിരിയാണി പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അത് മസാലയും ചോറും കൂടെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മിക്സ് ആക്കിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി കേട്ടോ. ഒരു 6 മണി സമയത്താണ് ഒരു കൊടുന്നത്. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനത്തെ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ച് ആദ്യം ഇവർക്കൊക്കെയാണ് കൊടുത്തത് കേട്ടോ.